നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാത്തിനും കയറ്റും കേറാ അങ്ങോട്ട്. സാറേ, നിങ്ങളുടെ പണം. സാറ് കൃത്യസമയത്ത് വന്നതുകൊണ്ടാണ് യുവമാരെ പിടിക്കാൻ കഴിഞ്ഞത്. താങ്ക് യു സർ. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഐ ജസ്റ്റ് ഡിഡ് മൈ ഡ്യൂട്ടി. ദാറ്റ്സ് ഓൾ. സർ, ശക്തരായ രണ്ടുപേരെ ഒട്ടും പേടിയില്ലാതെ സാർ നേരിട്ട് തോൽപ്പിച്ചു. ഇതിനുള്ള ധൈര്യം സാറിന് എങ്ങനെയുണ്ടായി? ഇതെന്തൊരു ചോദ്യം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ACP ആണ്. എനിക്കിതുപോലെയുള്ള മോഷണ ശ്രമമൊന്നും കണ്ടു നിൽക്കാനാവില്ല. സാറിന്റെ ധീരതയെ സമ്മതിക്കാതിരിക്കാനാവില്ല. ആയുധധാരികളായ 2 കവർച്ചക്കാരെയാണ് സാർ നേരിട്ടതും അറസ്റ്റ് ചെയ്തതും. സാറിനെ പോലെ ആത്മാർത്ഥയുള്ള പോലീസുകാരാ ഈ സേനയ്ക്ക് വേണ്ടത്. ഞാൻ ചെയ്തത് അത്ര വലിയ കാര്യമായിട്ടൊന്നും താങ്കൾ കാണണ്ട. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഈ സേനയിലുള്ള ആരും ഇതുപോലെ ഇടപെടും. ഇത് ഷീസ് മൈ വൈഫ് മീനാക്ഷി. ഹസ്ബൻഡിന്റെ ഈ ധീരതയെക്കുറിച്ച് മീനാക്ഷി മാഡത്തിന് എന്താണ് പറയാനുള്ളത്? പബ്ലിക്കിന്റെ മുന്നില് ഷൈൻ ചെയ്ത് കൈയ്യടി നേടാനല്ലല്ലോ എന്റെ ഹസ്ബൻഡ് ധീരത കാട്ടിയത്. അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമയാണ്. പിന്നെ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം എനിക്ക് അഭിമാനമാണ്. എനിക്ക് കിട്ടിയ എന്റെ ജന്മപുണ്യം. ACP കാർത്തിക് ഇന്ന് നഗരത്തിൽ ഒറ്റയ്ക്ക് നടത്തിയ അതിസാഹസികമായ ഒരു ഓപ്പറേഷൻ കൊടും ക്രിമിനലുകളായ 2 മോഷ്ടാക്കളെയാണ് ഒറ്റയ്ക്ക് നേരിട്ട് വീഴ്ത്തിയത്. എന്റെ മോൻ ഒരു വൻ കവർച്ച ലക്ഷ്യമാക്കിയാണ് മോഷ്ടാക്കൾ എത്തിയത്. ആ വൻ കവർച്ചയാണ് ACP കാർത്തിക് ഒറ്റയ്ക്ക് നേരിട്ട് പരാജയപ്പെടുത്തിയത്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം അദ്ദേഹത്തിന്റെ ധീരത പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ അഭിമാനമാണ്. ഹോം മിനിസ്റ്റർ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. മീനാക്ഷി, മീനാക്ഷിയും സൂപ്പർ സ്റ്റാറായി. എന്റെ കൊച്ചുമോന്റെ ധൈര്യം കണ്ടില്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല, ഈ ചെമ്പകമംഗലത്തിനും അഭിമാനം. പിന്നെ ആ, ഇതിനാ വളർത്തുഗുണമെന്ന് പറയുന്നത്. ഒരിക്കൽ ഞാൻ സ്നേഹിച്ചിരുന്ന ആളാ കാർത്തിക്. അയാളെ കുറിച്ച് അപവാദം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടം നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത്. അതെനിക്ക് മനസ്സിലായത് വളരെ വൈകിയ. നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നു അല്ലേ? അതല്ലേ നീ പറഞ്ഞു വന്നതിന്റെ അർത്ഥം? എന്തായാലും കാർത്തിയെ ഞാൻ വെറുക്കുന്നില്ല.
എന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കണം, എന്നെ മാത്രം. മനസ്സിലാവണി? നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മകന് സ്വസ്ഥതയെ സമാധാനം കൊടുത്തില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് പൊരിക്കും. കേട്ടോടി അഴകിയല്ലേ? ആ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Congratulations, ACP sir. മീനാക്ഷി, നീ ഇതെവിടെയാ? ഞാനിപ്പോ ഭൂമിയിലും ഇല്ല ആകാശത്തിലും ഇല്ല. പിന്നെ എവിടെയാ? എയറിലാണോ? കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.